ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ISLൽ നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റിയും ചെന്നൈയിൻ FC-യും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. ഏകപക്ഷീയമായ ഒരു ഗോളിന് മുംബൈ സിറ്റി ചെന്നൈയിൻ FC-യെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ സൂപ്പർ താരമായ പ്രീതം കോട്ടാൽ ചെന്നൈയിൻ FC-യുടെ വില്ലനായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ അദ്ദേഹം ഒരു സെൽഫ് ഗോൾ വഴങ്ങുകയായിരുന്നു. മുംബൈ സിറ്റി സൂപ്പർ താരമായ ജോണി കൗക്കോയുടെ ഒരു ക്രോസ് വരുന്നു. അത് തടയാൻ ശ്രമിക്കുകയാണ് കോട്ടാൽ ചെയ്തിട്ടുള്ളത്. അതായത് ഹെഡ് ചെയ്തുകൊണ്ട് അകറ്റാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ശ്രമിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഹെഡർ നേരെ ചെന്ന് പതിച്ചത് സ്വന്തം വലയിലാണ്. അങ്ങനെ പ്രീതം കോട്ടാൽ സെൽഫ് ഗോൾ വഴങ്ങി. അതാണ് മുംബൈ സിറ്റിക്ക് ഇന്നലത്തെ മത്സരത്തിൽ വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായ ജോർഹെ ഓർട്ടിസിന് ഇന്നലെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതായത് പിന്നീട് അദ്ദേഹത്തെ എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. പരിക്ക് ഒരൽപ്പം ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം കളിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വരുന്ന 22-ാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റിയും തമ്മിൽ കളിക്കുക. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ മിക്കവാറും ജോർഹെ ഓർട്ടിസ് പുറത്തിരിക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ പരിക്ക് ഒരൽപ്പം ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഓർട്ടിസിന്റെ അഭാവം അത് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് മുതൽക്കൂട്ടേകുന്ന ഒരു കാര്യമാണ്. ഏതായാലും ആദ്യ മത്സരത്തിൽ തന്നെ മുംബൈ സിറ്റിക്ക് പരിക്ക് തലവേദന സൃഷ്ടിക്കുന്ന കാര്യമാണ്. പക്ഷെ വിജയിച്ചുകൊണ്ട് 3 പോയിന്റുകൾ സ്വന്തമാക്കാൻ അവർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.